എനിക്ക് വെജിറ്റബിൾ ബിരിയാണി അത്രയ്ക്ക് ഇഷ്ടമല്ല. എനിക്ക് ചിക്കൻ ബിരിയാണിയാണ് ഏറ്റവും ഇഷ്ടം. പക്ഷെ അമ്മ ഉണ്ടാക്കുന്ന വെജിറ്റബിൾ ബിരിയാണി എനിക്ക് ഏറ്റവും ഇഷ്ടം. അപ്പം നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ നമുക്ക് ഈ ബിരിയാണി എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യം നമുക്ക് റൈസ് റെഡിയാക്കി എടുക്കാം. ഞാനിപ്പോൾ 2 ഗ്ലാസ് അരി വെച്ചിട്ടാണ് ബിരിയാണി ഉണ്ടാക്കുന്നത്. ഇതുപോലത്തെ 2 ഗ്ലാസ് ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. ഏത് ബിരിയാണി റൈസ് വെച്ചിട്ട് നമുക്ക് ഈ ബിരിയാണി തയ്യാറാക്കിയെടുക്കാം. ഇനി ഈ അരി നന്നായിട്ടൊന്ന് കഴുകി അരമണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കണം. എന്നിട്ടത് ഊറ്റി വെക്കണം. അരമണിക്കൂർ മാത്രം സോക്ക് ചെയ്താൽ മതി. അരി കഴുകിയിട്ട് വേണം സോക്ക് ചെയ്യാൻ. സോക്ക് ചെയ്തിട്ട് പിന്നെ എടുത്ത് കഴുകരുത്. ഇനി റൈസ് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വലിയൊരു പാത്രത്തിൽ വെള്ളം വെക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ബേ ലീഫും, ഇപ്പോൾ ഞാൻ 3 എണ്ണമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്, അതുപോലെ 2-3 കഷ്ണം പട്ടയും ഇട്ട് കൊടുക്കാം. ഇനി വെള്ളം നന്നായി ചൂടായി കഴിഞ്ഞാൽ നമുക്ക് അരിയിടാം. ഞാൻ വെജിറ്റബിൾസ് കട്ട് ചെയ്ത് വരുമ്പോഴേക്കും വെള്ളം നന്നായി തിളച്ചിട്ടുണ്ടായിരുന്നു. ഇത്രയൊന്നും തിളയ്ക്കേണ്ട. നമ്മൾ സാധാരണ ചോറൊക്കെ വെക്കണ പോലെ വെള്ളം നന്നായി ചൂടായി കഴിഞ്ഞാൽ നമുക്ക് അരി ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ നേരത്തെ അരമണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്ത് ഊറ്റി വെച്ചിട്ടുള്ള അരിയാണ് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അരി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. ഞാനിപ്പോൾ ഉപ്പിടുന്നില്ല. അരി ഒരു പകുതി വേവായിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഇനി ഇത് അടച്ച് വയ്ക്കാം. കുറച്ച് സമയം കഴിഞ്ഞാൽ തുറന്നിട്ട് അരിയുടെ വേവ് നോക്കണം. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള വെജിറ്റബിൾസ് കുക്ക് ചെയ്യാം. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് കുറച്ച് ബീൻസ് ചെറുതാക്കി അരിഞ്ഞത്, പിന്നെ പൊട്ടറ്റോ 2 എണ്ണമാണ് എടുത്തിട്ടുള്ളത്, പിന്നെ ക്യാരറ്റ്, ഇത് 3 ക്യാരറ്റ് ചെറുതാക്കി ഇതുപോലെ കട്ട് ചെയ്തത്, പിന്നെ എടുത്തിട്ടുള്ളത് ഗ്രീൻ പീസാണ്. ഈ ഗ്രീൻ പീസ് 4 മണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് ഇനി കോളിഫ്ലവർ ഉണ്ടെങ്കിൽ കോളിഫ്ലവറും കൂടി എടുക്കാം. എൻ്റെ കയ്യിൽ ഇപ്പോൾ കോളിഫ്ലവർ ഇല്ല, അതാണ് ഞാൻ എടുക്കാത്തത്. ഇനി നമുക്ക് ഈ വെജിറ്റബിൾസ് കുക്ക് ചെയ്യണം. അതിനു വേണ്ടി ഒരു കുക്കറിലേക്ക് ഈ വെജിറ്റബിൾസൊക്കെ ഇട്ട് കൊടുക്കാം. വെജിറ്റബിൾസൊക്കെ നമ്മൾ കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ടാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത്. വെള്ളം ഒഴിക്കുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി, ഒരുപാട് വെള്ളം കൂടിപ്പോവരുത്. ഇത്രയും വെജിറ്റബിൾസിന് നമ്മളിപ്പോൾ 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. ഇനി കുക്കർ അടച്ച് വെച്ച് 3 വിസിൽ വരുന്നവരെ കുക്ക് ചെയ്യാം. അധികം വേവില്ലാത്ത ടൈപ്പ് ഗ്രീൻ പീസ് ആണെങ്കിൽ 2 വിസിൽ മതിയാവും. കുക്കർ സ്റ്റവിൽ വെച്ചിട്ട് ഇനി നമുക്ക് റൈസ് എന്തായിന്ന് നോക്കാം. റൈസ് ഇപ്പോൾ പകുതി വേവായിട്ടുണ്ട്. ഈ ടൈമിലാണ് ഉപ്പിടേണ്ടത്. ഉപ്പിടുമ്പോൾ കുറച്ച് കൂടുതലായിട്ട് ഇടാം, കാരണം നമ്മൾ ഈ വെള്ളം ഊറ്റി കളയുമല്ലോ. അപ്പോൾ അതിനനുസരിച്ച് നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ വേണമെങ്കിൽ ഈ ടൈമിൽ ഒരു ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കാം. ചോറ് ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത്. ഞാനിപ്പോൾ നാരങ്ങ നീര് ചേർത്തിട്ടില്ല. അല്ലാതെ തന്നെ ബസ്മതി റൈസ് ആവുമ്പോൾ ഒട്ടിപ്പിടിക്കാറില്ല, അതുകൊണ്ടാണ് ചേർക്കാത്തത്. ഉപ്പിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ചോറ് വേവട്ടെ, അപ്പോഴേക്ക് നമുക്ക് മസാല റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടി മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കറി മസാല ഇട്ട് കൊടുക്കണം. കറി മസാല എന്ന് പറഞ്ഞിട്ട് മേടിക്കണ ഒരു ചെറിയ പാക്കറ്റിലത്തെ എല്ലാതും ഇട്ട് കൊടുക്കുന്നുണ്ട്. 2-3 കഷ്ണം പട്ട, കുറച്ച് പെരുംജീരകം, 1 ഏലക്ക, പിന്നെ ഗ്രാമ്പു, കുരുമുളക് കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വലിയൊരു കഷ്ണം ഇഞ്ചി, ഒരു ഫുൾ വെളുത്തുള്ളി, അതൊക്കെ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ അതിന് പകരം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർക്കണത്. പിന്നെ എരിവിനനുസരിച്ച് 2-3 പച്ചമുളക്. കുരുമുളകും പച്ചമുളകും മാത്രമാണ് ഇതിൻ്റെ എരിവ്, മുളക് പൊടി ചേർക്കണില്ല. ഇനി നന്നായിട്ട് അരച്ച് വയ്ക്കാം. ഈ സമയത്തിനുള്ളിൽ തന്നെ റൈസ് റെഡിയായി ഉണ്ടാവും. നമുക്ക് നോക്കാം പാകത്തിന് വെന്തുണ്ടോയെന്ന്. ഇപ്പോൾ ഈ വേവ് ഓക്കെയാണ്. ഇനി ഇത് ഊറ്റി വയ്ക്കാം. ഞാനിപ്പോൾ ഇതുപോലത്തെ ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റുകയാണ് ചെയ്തത്.
കുക്കർ 3 വിസിൽ വന്നപ്പോൾ നമ്മളത് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്കത് തുറന്ന് നോക്കാം. ഇതിലിപ്പോൾ കുറച്ച് വെള്ളമുണ്ട്. ഈ വെള്ളം നമ്മൾ കളയില്ല. ഇനി നമ്മൾ ഉള്ളി വഴറ്റി ബാക്കി മസാലകളൊക്കെ ചേർത്ത് ഈ വെജിറ്റബിൾസും കൂടി അതിലിട്ട് വഴറ്റിയാണ് ചെയ്യണത്. ഇനി കുറച്ച് ഐറ്റംസും കൂടി വേണം നമ്മുടെ ബിരിയാണിക്ക്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് 2 വലിയ സവാള നീളത്തിലരിഞ്ഞതാണ്. ഈ സവാള വഴറ്റി അതിൽ വെജിറ്റബിൾസൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ വെജിറ്റബിൾ മസാല റെഡിയാക്കണത്. ഇത് കുറച്ചും കൂടി വളരെ തിന്നായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയാണ്. ഗാർണിഷ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുമ്പോൾ ഇങ്ങനെ തിന്നാക്കി അരിയണതാണ് നല്ലത്. പിന്നെ കുറച്ച് കാഷ്യൂ നട്ട്സ് വേണം. പിന്നെ കിസ്മിസ്. പിന്നെ വേണ്ടത് ബ്രെഡാണ്. ബ്രെഡ് ഒരു 4 പീസ് എടുത്തിട്ടുണ്ട്. അതിങ്ങനെ ക്യൂബ്സാക്കി കട്ട് ചെയ്തത്. ബ്രെഡ് ഓപ്ഷണലാണ്. ഇനി ഇതിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും. ഇതൊക്കെ നെയ്യിൽ ഫ്രൈ ചെയ്തിട്ടാണ് നമ്മൾ ബിരിയാണിയിൽ ഇടുക. ബ്രെഡ് അങ്ങനെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇനി നമുക്ക് ആദ്യം ഇതൊക്കെ ഒന്ന് നെയ്യിൽ ഫ്രൈ ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. അതിനുവേണ്ടി ഞാനിപ്പോൾ ഒരു വലിയ കടായിയാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. ഈ സെയിം പാത്രത്തിൽ തന്നെയാണ് നമ്മൾ വെജിറ്റബിൾ മസാലയും തയ്യാറാക്കുന്നത്. അതുകൊണ്ട് കുറച്ച് വലിയ പാൻ എടുക്കുക. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നെയ്യ് ചൂടായി വന്നാൽ ആദ്യം നമുക്ക് കാഷ്യൂ നട്ട് ഇട്ട് കൊടുക്കാം. കാഷ്യൂ നട്ട് ജസ്റ്റ് ഒന്ന് കളറ് ചേഞ്ചായി വന്നാൽ അതിലേക്ക് ഇനി കിസ്മിസ് ഇട്ട് കൊടുക്കാം. കിസ്മിസും കാഷ്യൂ നട്ടും നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് നമുക്കിന്ന് മാറ്റി വെച്ചിട്ട് ഇതേ നെയ്യിൽ തന്നെയാണ് നമ്മൾ ബ്രെഡ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. നെയ്യ് കുറവാന്ന് തോന്നുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നെയ്യിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് കുറച്ചുകൂടി നെയ്യ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിൽ ബ്രെഡ് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതൊക്കെ ചെയ്യുമ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാൻ. എന്നാലേ ബ്രെഡ് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ. ഹൈ ഫ്ലെയിമിലിട്ടാലേ പെട്ടെന്ന് ബ്രെഡ് കരിഞ്ഞു പോവും. ബ്രെഡ് ഫ്രൈ ചെയ്തിട്ട് നമ്മൾ സെപ്പറേറ്റ് എടുത്ത് വെക്കണം. ബിരിയാണി സെർവ് ചെയ്യുന്നതിന് മുമ്പായിട്ട് മാത്രമേ നമ്മൾ അതിലേക്ക് ഇത് ഇട്ട് കൊടുക്കുള്ളൂ. കൂടുതൽ സമയം ബിരിയാണിയിൽ വെച്ചിരുന്നാൽ ബ്രെഡ് തണുത്ത് അതിൻ്റെ ക്രിസ്പിനെസ്സൊക്കെ പോവും. ബ്രെഡ് ഫ്രൈ ചെയ്ത് കഴിഞ്ഞു. നമ്മൾ ഈ പാനിൽ നിന്ന് മാറ്റുകയാണ്. നമ്മൾ ഒഴിച്ച അത്രയും നെയ്യ് ബ്രെഡ് അബ്സോർബ് ചെയ്തു. അതുകൊണ്ട് തന്നെ ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് ഈ ബ്രെഡിന്. ഇനി സെയിം പാനിലേക്ക് തന്നെ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഓയിലിൻ്റെ കൂടെ ഞാനൊരു 1/2 ടീസ്പൂൺ നെയ്യും കൂടി ചേർക്കുന്നുണ്ട്. ഓയിൽ ഒഴിക്കാതെ ഫുള്ളായിട്ട് നെയ്യിൽ മാത്രം വേണമെങ്കിൽ അങ്ങനെ നമുക്ക് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് ചൂടായി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാള ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുന്ന വരെ സവാള വഴറ്റണം. കുറച്ച് സമയം സവാള വഴറ്റി കഴിഞ്ഞിട്ട് നമുക്കതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഇങ്ങനെ ചെയ്യുമ്പോൾ സവാളയ്ക്കൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇപ്പോൾ ഇതാ സവാള നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്കിതൊന്ന് മാറ്റാം. കൂടുതൽ സമയം ഇട്ടാലേ കരിഞ്ഞു പോവും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. ഇനി ഈ സെയിം പാനിൽ തന്നെയാണ് നമ്മൾ വെജിറ്റബിൾ മസാല റെഡിയാക്കി എടുക്കുന്നത്. നേരത്തെ സവാള ഫ്രൈ ചെയ്തെടുത്തിട്ട് ബാക്കിയുള്ള ഓയിലാണ് ഇതിലുള്ളത്. ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടി ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ ഇത്രയും തന്നെ മതിയാവും. ഇനി ഇതിലേക്ക് കുറച്ച് പെരുംജീരകം ഇട്ട് കൊടുക്കാം. അതായത് വലിയ ജീരകം. അതൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് സവാള അരിഞ്ഞു വെച്ചത് ഇട്ട് കൊടുക്കാം. സവാള കുറച്ചൊന്ന് സോഫ്റ്റായി വന്നാൽ കുറച്ച് ഉപ്പ് അതിലേക്ക് ഇട്ടിട്ട് വഴറ്റിയാൽ പെട്ടെന്ന് തന്നെ സവാള വഴന്ന് കിട്ടും.
സവാളയുടെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള കറി മസാല, ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കൂടി അരച്ചത് ഇതിലേക്ക് ചേർക്കാം. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കണം. നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ചേർക്കാം. അതിൻ്റെ വെള്ളമൊന്നും കളയണ്ട, ആ വെള്ളത്തോടെ തന്നെയാണ് നമ്മളിതിലേക്ക് ചേർക്കണത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ബിരിയാണിയിലേക്കുള്ള വെജിറ്റബിൾ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ബിരിയാണി ലെയർ ചെയ്യാൻ വേണ്ടിയിട്ട് വലിയൊരു പാത്രം വയ്ക്കാം. അതിലേക്ക് 1-2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക, പാത്രത്തിൻ്റെ എല്ലാ സൈഡിലേക്കും ആവുന്ന പോലെ. ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ലെയർ ചെയ്യാൻ. അപ്പോൾ ആദ്യം ഒരു ലെയർ റൈസ് ഇട്ടു, അതിന് മീതെ നമുക്ക് ഈ നമ്മളിപ്പോൾ തയ്യാറാക്കിയ വെജിറ്റബിൾ മസാല ഇട്ട് കൊടുക്കാം. അങ്ങനെ ഓരോ ലെയറുകളായിട്ട് കുറച്ച് റൈസ് ഇടുക, അതിന് മീതെ വെജിറ്റബിൾ മസാല അങ്ങനെ ഇട്ട് കൊടുക്കാം. അതുപോലെ കാഷ്യൂനട്ടും ഉള്ളിയും കിസ്മിസും കൂടി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചതും ഇടയ്ക്ക് ഇട്ട് കൊടുക്കണം. അതുപോലെ മല്ലിച്ചപ്പ് അരിഞ്ഞിട്ട് നമുക്കിതിൽ ഇട്ട് കൊടുക്കാം, ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുക്കാം. ഇവിടെ പക്ഷേ കുട്ടികൾക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് ടോപ്പിൽ ഗാർണിഷ് ചെയ്യാൻ വേണ്ടി മാത്രമേ മല്ലിച്ചപ്പ് ഇടുന്നുള്ളൂ. ഇപ്പോൾ റൈസും മസാലയൊക്കെ നമ്മൾ ലെയർ ചെയ്ത് കഴിഞ്ഞു. ഇനി ഏറ്റവും ടോപ്പിൽ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ഒഴിക്കാം കേട്ടോ. ഇത്രയും സമയം നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്, സ്റ്റവ് ഓഫ് ചെയ്തിട്ടില്ല. നെയ്യ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കാഷ്യൂനട്ടും റൈസിൻസും സവാളയൊക്കെ ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ബ്രെഡ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഫോട്ടോ എടുക്കാനും കൂടി വേണ്ടിയിട്ടാണ് ബ്രെഡ് ഇപ്പം തന്നെ ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ സെർവ് ചെയ്യണ സമയത്ത് ബ്രെഡ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഏറ്റവും മുകളിലായിട്ട് കുറച്ച് മല്ലിച്ചപ്പ് അരിഞ്ഞതും കൂടി ഇടാം. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റബിൾ ബിരിയാണി റെഡിയായി. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റും കൂടി ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.